അള്ളാഹ് എന്ന് പറഞ്ഞ് അള്ളാഹിനെ പറ്റി തന്നെയാണ്. പേരോടിന്റെ വാദം അബദ്ധമാണ്. ഇനി മറുപടിക്ക് വരുന്നെങ്കിൽ സിദ്ദീഖ് സഖാഫി കഴിയെങ്കിൽ ഒന്ന് നോക്കൂ. നിങ്ങള് മാറ്റുരക്കാൻ ആവതുണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കൂ. നിങ്ങള് ഇത് വെച്ചുകൊണ്ട് പേരോടാ പറഞ്ഞത് ശരിയാണോ അതല്ല തെറ്റാണോ എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക ഈ നാട്ടുകാർക്ക്. റാസിയുടെ നിങ്ങൾക്ക് തള്ളാൻ പറ്റൂല റാസിയെ. റാസിയുടെ ഭാഗത്ത് ഞാൻ വായിച്ചേരെ കേട്ടോ. വമാ അത്ലഖൂ ലഫ്ദല്ലാഹി അലാ അഹദിൻ സിവല്ലാഹി സുബ്ഹാനഹു വതആല. റാസിയ പറഞ്ഞത് നിങ്ങൾക്ക് തള്ളാൻ പറ്റൂല. വമാ അത്ലഖൂ ലഫ്ദല്ലാഹ്, അല്ലാഹ് എന്ന പദം മക്കത്തെ മുശ്രിക്ക് പ്രയോഗിച്ചിട്ടില്ല. അലാ അഹദിൻ, ഒരാൾക്കും പ്രയോഗിച്ചിട്ടില്ല. സിവല്ലാഹി തആല, അല്ലാഹ്ക്കല്ലാതെ അല്ലാഹ് എന്നവർ പറഞ്ഞിട്ടില്ല. മക്കത്തെ മുശ്രിക്ക് അല്ലാഹ് എന്ന് പറഞ്ഞത്, അബൂജഹൽ അല്ലാഹ് എന്ന് പറഞ്ഞത്, ഉത്ബത്ത് അല്ലാഹ് എന്ന് പറഞ്ഞത്, ഷൈബത്ത് അല്ലാഹ് എന്ന് പറഞ്ഞത് അല്ലാഹ്ക്ക് മാത്രമാണ്. അല്ലാഹ്ക്കല്ലാതെ അല്ലാഹ് എന്നവർ പറഞ്ഞിട്ടില്ല. അപ്പോ ആ തൽബിയത്തിൽ അവർ പറഞ്ഞതും അതുപോലെ മറ്റു ആയത്തുകൾ അല്ലാഹു അവർ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതൊക്കെയും യഥാർത്ഥ അല്ലാഹുവിനെ കുറിച്ച് തന്നെയാണ്. പേരോടിന്റെ വാദം ഖുർആന് എതിരാണ്, ഹദീസിനെതിരാണ്, റാസിയുടെ ഇബാറത്തിന് വരെ എതിരാണ്. മാത്രമല്ല പേരോടിന് തന്നെയും എതിരാണ്. പേരോടിനെതിരാണ്. നിങ്ങൾ കേട്ടോ പേരോട് പറയുന്നത്, മക്കത്തെ മുശ്രിക്ക് എന്താ തൽബിയത്ത് ചൊല്ലുമ്പോ പറഞ്ഞത്? നല്ല പേരോട്. അവൻ ഒരു വിധത്തിലും ഒരു കൂറുകാരനും ഇല്ല. ലാ ശരീക ലഹു, അവൻ ഒരു കൂറുകാരനും ഇല്ല. അബൂജഹൽ പറഞ്ഞതുപോലെയല്ല. അവൻ പറഞ്ഞത് എന്താണ്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. പടച്ചവനെ, നിനക്കൊരു സൈസ് കൂറുകാരുണ്ടെന്നാണ്. ഒരു സൈസ് കൂറുകാരനും അല്ലാഹുവിനില്ല. ഒരു സൈസ് കൂറുകാരനും അല്ലാഹുവിനില്ല. മക്കത്തെ മുശ്രിക്ക് പറഞ്ഞത് എന്താണ്? ഒരു കൂറുകാരൻ ഉണ്ട് എന്നാണ്. അല്ലാഹ് നിനക്ക് ഒരു കൂറുകാരൻ ഉണ്ടെന്നാണ്. ആ അല്ലാഹ് ഏതാ? പടച്ച തമ്പുരാനെ നിനക്കൊരു കൂറുകാരുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ പടച്ച തമ്പുരാൻ ആരാ? ഏതല്ലയാ? ഏത് റബ്ബാ? നമ്മൾ വിശ്വസിക്കുന്ന അല്ലല്ലേ? ആണ്. ഇതാണ് പേരോട് എന്ന് പറഞ്ഞാൽ. എന്ത് ആദ്യം പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇതിലാണ് ഇപ്പം പറഞ്ഞത്. ഇനി അലവി സഖാഫിന്റെ ഉറ്റ തോഴനായിരുന്നു മുമ്പ്, ഇപ്പൊ വല്ലാതെ കാണുന്നില്ല, നമ്മളെ സുലൈമാൻ സഖാഫി. അദ്ദേഹം പറയുന്ന ഭാഗം നിങ്ങൾ കേട്ടോളൂ. മുശ്രിക്കിന്റെ വിശ്വാസം എന്താണ്? സാഹചര്യത്തിലെങ്കിലും പറയാൻ തയ്യാറായവരാണ് മക്കയിലെ കാഫിറുകൾ. നിങ്ങൾക്കറിയില്ലേ, അബൂജഹൽ ബദർ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് കഅബയുടെ കില്ലയിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആറുന്നു, പഠിച്ചവനെ സത്യം നീ വിജയിപ്പിക്കണം, ബാത്തിൽ നീ പരാജയപ്പെടുത്തണം. അതായത് കുടുങ്ങിയ സാഹചര്യത്തിലെങ്കിലും മനസ്സിന് വിശ്വാസമില്ലെങ്കിൽ പോലും അല്ലാഹുവിന്റെ പേര് പറയാനും അവന്റെ കഴിവ് ബാഹ്യരൂപത്തിലെങ്കിലും അംഗീകരിക്കാനും ഇവർ തയ്യാറായിരുന്നു. അങ്ങനെ വിശ്വാസമല്ലെങ്കിലും അള്ളാഹുവിന്റെ പേര് പറയാൻ ബാഹ്യരൂപത്തിലെങ്കിലും പേര് പറയാൻ അവർ തയ്യാറായിരുന്നു. ആ അല്ലാഹ് ഏതാ? ആ അല്ലാഹ് ഏതാ? ഇനിയും കഴിഞ്ഞിട്ടില്ല, കേട്ടോ ബാക്കി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മുഅ്ജിസത്ത് കാണിച്ചു തരണം, ചന്ദ്രൻ പിളർത്തി കാണിച്ചു തരണം, അല്ലെങ്കിൽ ഒട്ടകത്തെ ഈ പാറയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരണം എന്ന് പ്രവാചകന്മാരോട് ഈ പറയുന്ന കാഫിറുകൾ ആവശ്യപ്പെട്ടത്. അള്ളാഹുവിന്റെ കഴിവിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, അതുകൊണ്ട് അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് ഒരു ഒട്ടകത്തെ പാറയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു ചന്ദ്രൻ പിളർത്തി കാണിച്ചു തരണം എന്നല്ല അവർ ആവശ്യപ്പെട്ടിരുന്നത്. കാരണം അള്ളാഹുവിന്റെ കഴിവിൽ അവർക്ക് സംശയം ഇല്ലായിരുന്നു. അള്ളാഹുവിന്റെ കഴിവിൽ അവർക്ക് സംശയം ഇല്ലായിരുന്നു മുശ്രിക്കുകൾക്ക്. ആ അല്ലാഹ് ഏതാ? ആ അല്ലാഹ് ഏത്? പേരോട് പറഞ്ഞത് വിഡ്ഢിത്തമല്ലേ? മറിച്ച് എന്തായിരുന്നു അവിടെ സംശയം? സുലൈമാൻ സഖാഫി തന്നെ പറയുന്നു, പ്രവാചകനാണെന്നും അള്ളാഹുവിന്റെ ദൂതനാണെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന നിന്റെ ഈ വാദത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ചില അമാനുഷിക സിദ്ധികൾ നീ ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചെങ്കിൽ മാത്രമേ നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്നായിരുന്നു പ്രവാചകന്മാരോട് ശത്രുക്കൾ പറഞ്ഞിരുന്നത്. അപ്പൊ അവരുടെ സംശയം എന്താ? ആ പ്രവാചകന്മാരിലുള്ള സംശയമായിരുന്നു. അള്ളാന്റെ കഴിവിൽ അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. ആ അല്ലാഹ് ഏതാ? വേറൊരു ശക്തിയാ? അതോ നമ്മൾ ഈ പറഞ്ഞല്ലേ? പേരോട് പറഞ്ഞത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലേ? പേരോടിന്റെ തന്നെ സംസാരത്തിനെതിരല്ലേ? സുലൈമാൻ സഖാഫിയുടെ വാക്കിനും എതിരല്ലേ? ചിന്തിക്കൂ. അതുകൊണ്ട്